നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കട്ടെ. ഒരു 3/4 കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി വെള്ളം മാറുന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുഴച്ചിട്ട് അവിടെ മാറ്റി വെക്കട്ടെ. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ചെറിയ തീയിൽ ഇതൊന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കട്ടാ. എന്നിട്ട് അതിലേക്ക് 4 സവാള കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇന്ന് ഇളക്കി ഇങ്ങനെ പതുക്കെ വേവിക്കുക. ഏകദേശം വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നുള്ള ഇളക്കിയിട്ട് അതിന്റെ പച്ചമണം മാറിയതിന്റെ ശേഷം തക്കാളി 2 തക്കാളി ആട്ടാ, ആകെ 2 തക്കാളി അരിഞ്ഞാണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചെറുനാരങ്ങ നീരും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുഴച്ച് വെച്ച ചിക്കൻ എടുത്ത് കഴിക്കാണ്ട് കൊട്ടി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ആ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് മറിച്ചതിന് ശേഷം പാകത്തിനുള്ള ചൂട് വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കറി എത്രയാണോ വേണ്ട അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫുൾ സെറ്റായി ചിക്കൻ വെന്തതിന് ശേഷം മേലെ കൂടി 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് അവിടെ അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിച്ചു കൊടുക്കുക. ദോശ, ഓട്ടട, പുട്ട്, പൊറോട്ട എല്ലേക്കും പറ്റും. അടിപൊളി ടേസ്റ്റാണ്. ഒന്നുണ്ടാക്കി വെക്കും.